കരമാർഗമുള്ള തീർത്ഥാടകരുടെ വരവ് ഇന്നലെ അവസാനിച്ചതോടെ ഇനി വിമാന വഴി മാത്രമായിരിക്കും തീർത്ഥാടകരെത്തുക. സെപ്റ്റംബർ 6 ഹജ്ജ് ടെർമിനൽ അടയ്ക്കുന്നതിനാൽ അവശേഷിക്കുന്നവർ അതിനു മുമ്പായി പുണ്യഭൂമിയിലെത്തും. പതിവ് പോലെ ഇന്തോനേഷ്യ, പാകിസ്ഥാൻ, ഇന്ത്യ, ബംഗ്ലാദേശ്, മലേഷ്യ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തിയത്. ഇറാനിൽ നിന്ന് ഇത്തവണ തീർത്ഥാടകർ എത്തിയിട്ടില്ല. മദീന സന്ദർശനത്തിൽ ഏർപ്പെട്ടവരും മദീന വഴി എത്തിയവരും സെപ്റ്റംബർ 7 മുമ്പായി മക്കയിലേക്ക് തിരിക്കേണ്ടതുണ്ട്. ഇതോടെ മക്ക ഹറമിലെ തിരക്ക് 10 മടങ്ങ് വർദ്ധിക്കും. തിരക്ക് മുൻകൂട്ടി കണ്ട് ഇരുഹറം കാര്യാലയം ആവശ്യമായ ഒരുക്കങ്ങൾ നേരത്തെ പൂർത്തിയാക്കിയിട്ടുണ്ട്. താൽക്കാലിക മത്താഫ് നീക്കം ചെയ്തും നിർമ്മാണ ജോലികൾ പൂർത്തിയായ ഭാഗങ്ങൾ തീർത്ഥാടകർക്ക് തുറന്നുകൊടുത്തും മത്താഫ് ഏരിയ തവാഫ് ചെയ്യുന്നവർക്ക് മാത്രമാക്കി മാറ്റിയും ഉംറ എളുപ്പത്തിലാക്കാൻ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. തിരക്ക് നിയന്ത്രിക്കാനാവശ്യമായ എല്ലാ മുന്നൊരുക്കങ്ങളും സുരക്ഷാ ട്രാഫിക് വകുപ്പുകൾക്ക് കീഴിൽ മക്കയിലും പുരോഗമിക്കുകയാണ്. നമസ്കാരവേളകളിൽ ഹറമിനടുത്ത് വാഹനങ്ങൾക്ക് കർശന നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഹറമിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. മീഡിയ 1 മക്ക.